വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താ വിളിയല്ലേ? ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വരുമ്പോ ഇതുപോലൊരു വിളി പതിവാണ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, നാളെ നമ്മുടെ 40ന്റെ ചടങ്ങ് നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് എന്തൊക്കെയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നിങ്ങളൊന്ന് കാണിക്കാനാണ്. എല്ലാവരും ലോങ് വീഡിയോ ഇടണമെന്ന് എനിക്ക് കമന്റിലൂടെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ എടുക്കാത്തത്. എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണമല്ലോ. ഇപ്പൊ മോളും കൂടെ ഉള്ളത് കൊണ്ട് നല്ല സമയം കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഷോർട്സ് മാത്രം ഇടുന്നത്. ലോങ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. അപ്പൊ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ ആദ്യം ഹൈറമോളെ കാണിച്ചു തരാം. അവൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പൊ ഫീഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടിലിൽ കിടന്ന് നന്നായിട്ട് ബഹളം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഹൈറമോളത് അനങ്ങിക്കൊണ്ട് ഇരിപ്പുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അനങ്ങി പിന്നെ ഒരു വലിയ കരച്ചിലെത്തും. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. 40 ദിവസം എത്ര പെട്ടെന്നാ പോയതെന്ന്. കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ മോക്ക് 1 മാസം കഴിഞ്ഞ് 40ാമത്തെ ദിവസമായി. വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നലെ കഴിഞ്ഞതുപോലെ ഇരിക്കുന്നു ഡെലിവറി. ഹൈറമോള് ജസ്റ്റ് ഒന്ന് അനങ്ങിയതിന് ശേഷം അവൾ ഉറക്കം തുടങ്ങി. അവൾ അടുത്ത് ആരെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് അനങ്ങി നോക്കിയതാണ്. ഇനി ഞാൻ ഹാനിയെ കാണിച്ചു തരാമേ. എൻ്റെ വാപ്പ എന്തോ സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എടുത്ത് വെക്കാൻ ഉമ്മാരടുത്ത് പറയുന്ന ടൈം കൊണ്ട് തന്നെ ഹാനി എടുക്കാൻ നോക്കുന്നുണ്ട്. അവളെ കൊണ്ട് വെയിറ്റ് ആയതുകൊണ്ട് എടുക്കാനൊന്നും പറ്റൂല, എന്നാലും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇത് എടുക്കാൻ പറ്റൂലെന്ന് മനസ്സിലായപ്പോൾ അവൾ അടുത്തത് എടുക്കാൻ നോക്കി. അതും പറ്റൂല എന്ന് മനസ്സിലായപ്പോൾ അവൾ സ്വയം വീശറി എടുത്ത് വീശിക്കൊണ്ട് നിൽപ്പുണ്ടേ. വീടൊക്കെ ശരിയായിട്ട് വന്നേ. ഇതാ ഉറങ്ങിയിട്ടൊന്നുമില്ല. കണ്ണ് നോക്കി എന്നെ നോക്കി ഇരിപ്പുണ്ട് കണ്ണും വീഴ്ച. അവൾ ഉറങ്ങുന്നുണ്ടോ ഉറങ്ങുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാവില്ല. ചില സമയത്തൊക്കെ കണ്ണൊക്കെ തുറന്നു വെച്ചാണ് അവൾ ഉറങ്ങണത്. ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ ഹാനിയെ വന്ന് എത്തി നോക്കിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ വീണ്ടും എന്നോട് ഒന്ന് സംസാരിക്കാൻ വന്നു. പിന്നെ ഇവിടെ ഉമ്മ കുറച്ച് ഉള്ളി വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പറക്കിക്കൊണ്ട് വന്ന് കളി തുടങ്ങിയിട്ടുണ്ട് ഹാനിയ. ഞാനിപ്പോൾ കാണിക്കുന്നില്ലേ ഒരു ഷെൽഫ്. ആ ഷെൽഫ് ഒന്ന് മറച്ചതിന് ശേഷം അവിടെ ഡെക്കറേറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് നമ്പേഴ്സിൻ്റെയൊക്കെ ബലൂൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് 4ഉം 0യും എടുത്ത് 14 എഴുതാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ബലൂൺ ഉണ്ടായിരുന്നു, റോസ് കളർ ബലൂൺ തന്നെയാണ്. അപ്പോൾ അതും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയാണ്. കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്ര പെർഫെക്ഷൻ ഒന്നും വരില്ല. പിന്നെ ഒരു വൈറ്റ് തുണി എടുത്ത് നമ്മൾ ആദ്യം അതിനെ ഒന്ന് മറച്ചു. എന്നിട്ട് അതിൻ്റെ മീതെയാണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നത്. സിൽവർ കളറിലെ 4 എന്നുള്ള ബലൂണാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഞാൻ അതിനെ ഒന്ന് ഏറിയിട്ട് സെറ്റാക്കിയത്. കയറി വന്നപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. 4 അവിടെ സ്റ്റിക്ക് ചെയ്യാൻ പോയപ്പോഴാണ് ഓർത്തത് ഡബിൾ സൈഡ് ടേപ്പ് വാങ്ങിയില്ലാന്ന്. പിന്നെ ഇങ്ങനെ നമ്മൾ 4 സ്റ്റിക്ക് ചെയ്യും. അത് ഞാൻ 4നെ കൊണ്ടുപോയി തലത്തിരിച്ചാണ് വെച്ചത്. പിന്നീടാണ് അത് തിരിഞ്ഞാണ് 4 വെക്കേണ്ടതെന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ 0യുടെ ബലൂൺ എടുത്ത് അതിനെ ഒന്ന് ഏറെ നിറച്ചായിരുന്നേ. ഇനി ഇത് രണ്ടും എങ്ങനെ സ്റ്റിക്ക് ചെയ്യുമെന്നാണ് അടുത്ത കണ്ടുപിടിക്കാനുള്ളത്. പക്ഷേ ഇത് ഗോൾഡൻ കളറിലുള്ളതായിരുന്നു 0 ബലൂൺ. പക്ഷെ കാണാൻ നല്ല ഭംഗി 0 ആയിരുന്നേ. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയാണ് രണ്ട് കളർ എടുത്തത്. നമ്മൾ സാധാ സെലോ ടേപ്പ് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ സ്റ്റിക്ക് ചെയ്തേ. അങ്ങനെ ചെയ്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 4 0 താഴെ വീഴാൻ തുടങ്ങി. പിന്നെ നമ്മൾ സ്റ്റാപ്ലർ വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ കുറച്ച് റോസ് ബലൂണൊക്കെ വെച്ച് സെറ്റാക്കി. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാം കഴിഞ്ഞപ്പോഴും ഹാനി ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. അവളുടെ വണ്ടിയിൽ സവാരി നടത്തുന്നതേ ഉള്ളൂ. ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.